നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. തനിക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ കാണാനുമൊക്കെ യദു ശ്രമിച്ചിരുന്നു. മന്ത്രി നിയമസഭയിലായതുകൊണ്ട് PIക്കാണ് കത്ത് നൽകാനായത്. യദുവിനെ സഹായിക്കാൻ ഒത്തിരി പേരാണ് എത്തുന്നത്. ജോലി വാഗ്ദാനം ചെയ്തും പണം വാഗ്ദാനം ചെയ്തുമൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഇതിന് എല്ലാത്തിനോടും വളരെ കരുതലോടെയാണ് യദു പ്രതികരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ പേരിൽ നടത്തുന്ന പണപ്പിരിവിനെ കുറിച്ചെല്ലാം യദു വ്യക്തമാക്കുന്നുണ്ട്. മേയർ ആര്യയുമായുള്ള കേസ് എങ്ങനെയും തേച്ചുമാച്ചു കളയാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നാണ് യദു പറയുന്നത്. കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ ഈ കേസ് എങ്ങും എത്തില്ല. അതുകൊണ്ട് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റു ജോലിക്ക് പോകണ്ട എന്ന് തന്നെയാണ് തീരുമാനം. സ്വകാര്യ ബസ്സുകളിൽ ജോലിക്ക് പോകാനൊക്കെ പറ്റും. പക്ഷേ ഈ കേസിന്റെ പേരിൽ പാർട്ടിക്കാർ തനിക്കെതിരെ ഇനി വേറെ സ്ത്രീകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലിക്ക് പോകാനും പറ്റില്ല. ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ എനിക്ക് ഗൾഫിൽ നിന്നുൾപ്പെടെ കുറെ പേർ കേസ് നടത്തുന്നതിനും മറ്റുമൊക്കെയായി പണം അയച്ചു തന്നിരുന്നു. 1 ലക്ഷത്തിന് മുകളിൽ വരും ഇത്. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കേസിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കില്ല. പക്ഷേ കഴിഞ്ഞ 3 മാസത്തോളമായി ജോലി ഇല്ലാതിരിക്കുകയാണ്. അതിൻ്റെതായ പ്രതിസന്ധികളുണ്ട്. പ്രായമായ അച്ഛൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ആ വരുമാനം മാത്രമാണ് കുടുംബത്തിനുള്ളത്. പ്രായമായ സമയത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട സമയത്ത് അതിന് സാധിക്കാതെ പോകുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ ഈ കേസുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് തീരുമാനം. അതാണ് എല്ലാവരും പറയുന്നതും. അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ വന്ന് പറയാറുണ്ട്, യദുവിനെ തോറ്റുപോകാൻ അനുവദിക്കരുത് എന്ന്. അതാണ് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകുന്ന കാര്യം. എനിക്ക് പാർട്ടിയുമായുള്ള ബന്ധം ഉപയോഗിച്ച് വേണമെങ്കിൽ കേസിൽ നിന്ന് ഒത്തുതീർപ്പായി പോകാം. പക്ഷേ ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ സാധാരണക്കാരോട് എന്തുമാകാമെന്ന ബോധം ഉള്ളവർക്കെതിരെ നിൽക്കാൻ വേണ്ടിയാണ്. എന്നെ പോലെ സമാന സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഭരണത്തിലുള്ളവരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് അനീതി നേരിട്ടവരുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോഴും കേസുമായി മുന്നോട്ട് പോകുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ എന്നെ അനുകൂലിക്കുന്നവരുമുണ്ട്. എന്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴും അവർ എന്റെ കൂടെ നിൽക്കുന്നത്. എന്നെ പോലെ അനുഭവങ്ങളുള്ളവരാണ് ആ കൂട്ടായ്മയിൽ ഉള്ളവരിൽ പലരും. പക്ഷേ ഇതിനുള്ളിലും എന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നവരുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ടി പണപ്പിരിവിന് ആരെയും ഞാൻ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. എനിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ആവശ്യപ്പെടും. അല്ലാതെ എന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നവർക്ക് ആരും പണം കൊടുക്കരുത് എന്നാണ് എന്റെ അപേക്ഷയെന്നും പ്രത്യേകം യദു പറയുന്നുണ്ട്. ഇതേ കൂട്ടായ്മകളിൽ ഉള്ളവരാണ് കേരളത്തിലെ പല ഇടങ്ങളിലും കൂട്ടമായും ഒറ്റയ്ക്കും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അവർക്കൊക്കെ എനിക്കുണ്ടായതോ അതിലപ്പുറമോ അനുഭവങ്ങൾ നേരിട്ടുണ്ടായവരുണ്ട്. അതിനാലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടി കൂടിയാണ് പിന്മാറാതെ മുന്നോട്ട് പോകുന്നതും. എന്നെ എങ്ങനെയും മോശക്കാരനും പെണ്ണുപിടിയനും ഒക്കെ ആക്കി സമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം പലപ്പോഴായി നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഭീഷണി കൂടെ വരുന്നു. ഇതൊക്കെ തുടക്കം മുതൽ തന്നെ ഞാൻ പറയുന്നതുമല്ലേ. ബസ്സിൽ നിന്ന് ആംഗ്യം കാണിച്ചാൽ കാറിൽ ഇരിക്കുന്നവർക്ക് കാണാമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിനായി അവർ പ്രത്യേകം പരിശോധന ഉൾപ്പെടെ നടത്തിയെന്നും പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു പരിശോധന നടന്നു എന്നതിന് എന്താണ് തെളിവ്? മാത്രമല്ല, അങ്ങനെ കാറിൽ ഇരിക്കുന്നവർക്ക് ബസിന്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളിനെ കാണാൻ പറ്റില്ലെന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയില്ലേ? അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ കേസിൽ അവർ തന്നെ തെളിവുകളും ഉണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരം പരിശോധനയും റിപ്പോർട്ടും ഒക്കെ. എന്തൊക്കെ സംഭവിച്ചാലും കേസുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് വീണ്ടും യദു ആവർത്തിച്ചു പറയുകയാണ്. നന്ദി.